ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? അവർ വേറൊരാളടുത്ത് ഒരുപാട് ഹെൽപ്പ് ഒന്നും ചോദിക്കത്തില്ല. അവരുടെ ലൈഫിലെ റെസ്പോൺസിബിലിറ്റീസും ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ എല്ലാം അവർ ഏറ്റെടുത്തങ്ങ് ചെയ്തോളൂ. പുറത്തുനിന്ന് നോക്കിയിട്ട് നമ്മൾ പറയുന്നത് അവർ ഭയങ്കര ബോൾഡാണ്, അവർ ഭയങ്കര സ്ട്രോങ് ആണെന്നൊക്കെ. ആക്ച്വലി അങ്ങനെ സ്ട്രോങ് ആവാനും ബോൾഡ് ആവാനും ആഗ്രഹിച്ചിട്ടൊന്നും അല്ല ഒരാൾ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം മനുഷ്യർ എന്ന് പറയുന്നത് മനുഷ്യർക്ക് മനുഷ്യൻ തന്നെ വേണം. നമ്മളെല്ലാം ഒരു സോഷ്യൽ ബീയിങ്സ് ആണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ആളുകൾ വേണം എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. പക്ഷെ അങ്ങനെ നമുക്ക് ലൈഫിൽ ആളുകൾ ഇല്ലാതെ വരുമ്പോഴാണ് ആളുകൾക്ക് അവരവരായിട്ട് സ്ട്രോങ് ആയിട്ട് മാറേണ്ടി വരുന്നത്. ഒരു പക്ഷേ അവരൊരുപാട് ട്രസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ അവരെ ഏതെങ്കിലുമൊക്കെ പോയിന്റ് വെച്ചിട്ട് അവരെ ബിട്രേ ചെയ്തിട്ടുണ്ടാവും. ഇനി വേറൊരാളെയും വിശ്വസിച്ച് നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവരടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ കൂടെ കൂട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ അവരെയും കൂടി പാർട്ടാക്കി ഒരു ലൈഫ് ലീഡ് ചെയ്യാനോ ഇങ്ങനെയുള്ള ആളുകൾക്ക് മേ ബി ഭയങ്കര പേടിയായിരിക്കും. കാരണം ട്രസ്റ്റ് ഇഷ്യൂസ് കൊണ്ടാണ് പലരും ആളുകളെ അധികം അടുപ്പിക്കാതെ വലിയൊരു ബൗണ്ടറി കീപ്പ് ചെയ്ത് ഞാൻ ഒറ്റയ്ക്കാണ്, എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് വലിയൊരു ബോൾഡ്നെസ്സിൽ നിൽക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഒറ്റയ്ക്കാവുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓക്കെ. അത് ഒരു പോയിന്റ് ഒക്കെ വരെ നമുക്കത് ഈസിയാണ്, അല്ലെങ്കിൽ നമുക്കതൊരു എൻജോയ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവനവനോടുള്ള ഇഷ്ടവും അവനവൻ്റെ കമ്പനിയൊക്കെ നമുക്ക് ഓക്കെയാണ്. പക്ഷെ ചില സമയത്തൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് മനുഷ്യന്മാർ വേണ്ട സ്ഥലങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉണ്ടാവും നമ്മുടെ ലൈഫിൽ. നമുക്ക് വലിയൊരു സക്സസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ വലിയൊരു ഡൗൺഫോൾ വരുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് ഐ എം പ്രൗഡ് ഓഫ് യു എന്ന് പറയാ, അല്ലെങ്കിൽ ഒരാൾ വന്നിട്ട് ഇറ്റ് ഈസ് ഓക്കെ, നോ ഇത് ഓക്കെ ആവും, നമുക്ക് മുന്നോട്ട് നടക്കാം എന്ന് പറയാനൊക്കെ ആളുകൾ വേണം എന്നുള്ളത് ആളുകൾ വേണം. പക്ഷെ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ആളുകൾ ഇല്ലാതെ വരുന്ന അവസ്ഥ ഉണ്ടാവുമല്ലോ. ചുറ്റും ഒരുപാട് പേരുണ്ടായിട്ടും നമ്മളുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കാനോ നമ്മുടെ സങ്കടങ്ങളിൽ നമ്മുടെ അടുത്ത് തോള് തട്ടി പോട്ടി എന്ന് പറയാനോ മനുഷ്യന്മാരില്ലാതെ വരുമ്പോഴാണ് ആളുകൾ ഭയങ്കരമായിട്ട് ഒരു ഫേക്ക് ആയിട്ടുള്ളൊരു ഒരു മുഖംമൂടി അണിഞ്ഞ് എനിക്ക് ഞാൻ മതി, ഞാൻ മുന്നോട്ട് നടന്നോളും ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞിട്ട് അത്ര ബോൾഡായിട്ട് ജീവിച്ചിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇഫ് യു ആർ സീയിങ് സമ്മൺ ലൈക്ക് അങ്ങനെ വളരെ ബോൾഡായിട്ടുള്ള അവരുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളിലും ഒക്കെ ഒറ്റയ്ക്കിരിക്കുന്ന, അല്ലെങ്കിൽ അത് തനിയെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ നിങ്ങൾ കാണുവാണെങ്കിൽ ഡോണ്ട് തിങ്ക് ദാറ്റ് അവരുടെ ലൈഫ് ഭയങ്കര ഈസിയാണ്, അവർ ഭയങ്കര സ്ട്രോങ് ആണ്. അവർക്കും വൾണറബിൾ ആയിട്ടുള്ള പാർട്ട് ഉണ്ടാവും. അവർക്കും ലൈഫിൽ എനിക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അവർ ആഗ്രഹിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ബട്ട് എന്താ പറയാനാ, അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെയുള്ള ആളുകളെ കിട്ടാൻ ഭയങ്കര പണിയാണ്. കാരണം ഇപ്പൊ നമ്മൾ കടന്നു പോകുന്ന വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന പോലെ ഒരിക്കലും വേറൊരാൾക്ക് ഫീൽ ചെയ്യത്തില്ല. അങ്ങനെ നമുക്ക് പറയാം ബൈ വേർഡ് ഒക്കെ ഐ വിൽ ബി വിത്ത് യു എന്ന് പറയാമെങ്കിൽ പോലും അറ്റ് ദി എൻഡ് നമ്മുടെ സങ്കടങ്ങളിലും നമ്മുടെ സന്തോഷങ്ങളിലും നമ്മുടെ കൂടെ നമ്മൾ മാത്രമേ ഉണ്ടാവൂ എന്നുള്ളതാണ് സത്യം.